നല്ല അമീനിലേക്ക് തിരികെ പോവുകയാണ്. അമീൻ അങ്ങോട്ട് മുമ്പോട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അമീൻ അവിടെ നിന്നിട്ടുണ്ട്. ചൂരൽമല ബെയിലി പാലത്തിന് അടുത്തേക്ക് എത്താറായോ അമീൻ? ബിനിലെ ബെയിലി പാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചൂരൽമലയിൽ എല്ലാവരെയും ഇവിടെ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട്. പോലീസും മറ്റുദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ തുടരുകയാണ്. ഇതിന് നേതൃത്വം നൽകേണ്ട, നിർദ്ദേശം നൽകേണ്ട ഉന്നത ഉദ്യോഗസ്ഥർ കൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും അകത്തേക്ക് കയറ്റിവിടുക. എന്ന് മാത്രമല്ല, അവിടെയുള്ള സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട്, കാരണം നല്ല മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്, പുഴയിലെ ഒഴുക്കൊക്കെ വർദ്ധിക്കുമോ എന്നുള്ളതൊക്കെ ആശങ്കയോടെ നോക്കിക്കാണുകയാണ്. ഈ മഴ ഇന്നലെ രാത്രി വൃഷ്ടിപ്രദേശത്തേക്ക് മഴ ഉണ്ടായിരുന്നോ എന്നുള്ളതും വ്യക്തമല്ല. സ്വാഭാവികമായും അങ്ങനെ മഴയൊക്കെ തുടരുന്നതിന് ഉന്നത ഉദ്യോഗസ്ഥർ കൂടി നൽകി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് 6 സോണുകളായി തിരിച്ച 40 സംഘങ്ങളാണ്. കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്നത്തെ പരിശോധനകൾ തീരുമാനിച്ചിരിക്കും. സ്വാഭാവികമായിട്ടും അതിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരും ഉണ്ടാകും. അവർ കൂടി എത്തിയതിനു ശേഷം അവരുടെ കൂടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ബെയിലി പാലത്തിൽ ഇപ്പോൾ പോലീസിന്റെയും അതുപോലെ തന്നെ NDRFന്റെയും സംഘങ്ങളെ നമുക്ക് കാണാം. തൊട്ടടുത്തുള്ള നടപ്പാലവും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ എല്ലാവരെയും ഇവിടെ നിയമം തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഒപ്പം റെസ്ക്യൂ ടീമിനെയൊക്കെ ഇവിടെ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അകത്തേക്ക് കടത്തിവിടുകയും ചെയ്യും. ഓരോ മേഖലകളായി തിരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ഈ പരിശോധന ഇന്നു മുതൽ നടക്കുന്നത്. അതിൽ ഈ പറഞ്ഞതുപോലെ ദുരന്ത ബാധിത മേഖലകളിൽ നടക്കുന്ന പരിശോധനകളിൽ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സംഘാംഗങ്ങളിൽ 3 പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആ പ്രദേശത്തിന്റെ സ്വഭാവം, അവിടുത്തെ ഒരു ജിയോഗ്രഫിയൊക്കെ അറിയാവുന്നത് അവിടുത്തെ ആളുകൾക്ക് മാത്രമാണ്. നിലവിൽ ആ പ്രദേശം അതെങ്ങനെയായിരുന്നു, ഏത് വിധത്തിലായിരുന്നു എന്ന് പോലും അറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് ആ നാടൊന്നാകെ തുറച്ചു മാറ്റപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അവിടെ കെട്ടിടങ്ങൾ ഉള്ള സ്ഥലങ്ങൾ, അവിടെ ആളുകൾ അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ, അത്തരം ഇടങ്ങളൊക്കെ നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി കണ്ടെത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യവും പ്രാമുഖ്യവും നൽകുന്നത്. ഒപ്പം ഈ പാലം കടത്തിവിടുക 25 ആംബുലൻസുകളെ മാത്രമായിരിക്കും ഈ ബെയിലി പാലം കടത്തി മുണ്ടക്കൈ മേഖലയിലേക്ക് വിടുക എന്നുള്ളതാണ്. ഈ 25 ആംബുലൻസുകൾക്കും അത് പാസ് നൽകിയാണ് അവരുടെ പ്രവേശനം പോലീസ് നിയന്ത്രിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും 25 ആംബുലൻസുകൾ എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ ആംബുലൻസുകൾക്കൊക്കെ അവിടേക്ക് എത്തിപ്പെടാം. ഈ പാലം വന്നതോടുകൂടി അവിടേക്ക് സുഗമമായി എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ഇവിടെ നിന്ന് ഈ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് ഏതാണ്ട് 3-3.5 കിലോമീറ്റർ കാൽനടയായി വേണം പോകേണ്ടിയിരുന്നത്. അവിടെ ഈ പാലം വന്നതുകൊണ്ട് ആ വാഹനം കുറെ കൂടി അടുത്തോട്ട് ദുരന്തബാധിത മേഖലയിലേക്ക് കുറച്ചുകൂടി സൗകര്യപൂർവ്വം എത്താനാകും. കൂടുതൽ ഹിറ്റാച്ചുകൾക്ക്, കൂടുതൽ JCBകൾക്ക് ഇന്നലെ തന്നെ പലതും അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് മുതൽ അത് കുറച്ചുകൂടി ഊർജിതമായി, കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഇനിയുള്ള ദിവസങ്ങളിലും മഴ കനക്കാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത്തരം പ്രവചനങ്ങൾക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥ കൂടുതൽ പ്രതികൂലമാകുന്നതിന് മുൻപ് തന്നെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പരമാവധി ആളുകളെ കണ്ടെത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിനൊരു അന്ത്യം കുറിക്കുക എന്നുള്ളതിന് തന്നെയാണ് സർക്കാരും മറ്റു സംവിധാനങ്ങളും ഒക്കെ ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നത്. കാരണം അനന്തമായി നീട്ടിക്കൊണ്ടു പോവുക സാധ്യമല്ല. പക്ഷേ ഈ കണ്ടെത്താത്ത ആളുകളെ പൂർണ്ണമായും അവർ മരണപ്പെട്ടല്ലോ, മണ്ണിനടിയിൽപ്പെട്ടല്ലോ, ഇനി അവരെ കിട്ടില്ല എന്ന് പറഞ്ഞ് കൈകഴുകാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ 240ഓളം ആളുകളെയാണ് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ലാത്തത്. സ്വാഭാവികമായും അവരെ എല്ലാവരെയും നമുക്ക് ഈ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുക, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുക, അങ്ങനെ വിചാരിക്കുക, അത് ഒരിക്കലും സാധ്യമല്ല. അത് യുക്തിസഹവുമല്ല. എന്ന് മാത്രമല്ല, ചിലയിടങ്ങളിലൊക്കെ തന്നെ നേരത്തെ വലിയ കുഴികളായിരുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ ഒരു മല പോലെ രൂപപ്പെട്ട, അല്ലെങ്കിൽ അവിടെയൊക്കെ വലിയ മൺതിട്ടകൾ രൂപപ്പെട്ട 4 ആൾ പൊക്കത്തിലും 6 ആൾ പൊക്കത്തിലുമൊക്കെ ആ കുഴികൾ നികത്തപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അതിന്റെയൊക്കെ അടിത്തട്ടിലാണ് ഈ ആളുകളെങ്കിൽ അവിടെ ഹിറ്റാച്ചി പോയാലും JCB പോയാലും അവിടെയൊക്കെ അതിനകത്ത് നിന്ന് ഇവരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. കാരണം ചെളി പൂണ്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. JCBകൾക്ക് പോലും അവിടെ നിലയുറപ്പിച്ച് നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യവും ചെളിയും അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഇടത്തു നിന്നും പൂർണ്ണമായും ആളുകളെ കണ്ടെത്താനാവില്ല. പക്ഷെ അതേസമയം കുറച്ചുകൂടി കേന്ദ്രീകരിക്കാനാകും. നാളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ നിന്ന് ഈ മണ്ണിനടിയിൽ പൊതിഞ്ഞുപോയ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള റഡാർ ബേസ്ഡ് സംവിധാനം, ഡ്രോൺ ബേസ്ഡ് റഡാറൊക്കെ നാളെ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കെഡാവർ നായകളുടെ സാന്നിധ്യം, നിലവിൽ 6 പേര് ഈ ദൌത്യത്തെ സഹായിക്കുന്നുണ്ട്. 6 നായകൾ ആ ദൌത്യ സംഘത്തിലുണ്ട്. 4 കെഡാവർ നായകളെ കൂടി തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുകയും ചെയ്യും. അത് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ന് ഉച്ചയോടുകൂടിയൊക്കെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉച്ചയാവില്ല എന്ന് മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും അങ്ങനെ 10 കടാവർ നായകൾ, മണ്ണിനടിയിൽ പെട്ടുപോയ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ പരിശീലനം ലഭിച്ച 10 കടാവർ നായകൾ, അതോടൊപ്പം മണ്ണിനടിയിൽ പൊതിഞ്ഞുപോയ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ പറ്റുന്ന ഡ്രോൺ ബേസ്ഡ് റഡാർ സംവിധാനം, അതുകൂടി വരുമ്പോൾ കുറച്ചുകൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതൊക്കെ ഭാഗത്താണ് മനുഷ്യ സാന്നിധ്യം ഉള്ളത്, അത് എത്രത്തോളം ആഴത്തിലാണ്, എത്രത്തോളം താഴ്ചയിലാണ്, അത് ഈ JCBയും അതുപോലെ തന്നെ നമ്മുടെ യന്ത്ര സാമഗ്രിക ഉപകരണ സംവിധാനങ്ങളോടുകൂടി പരിശോധിച്ച് പുറത്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആഴവും പരപ്പുമാണോ അതിനുള്ളത്, അതോടൊപ്പം അവിടെ നിലയുറപ്പിച്ച് JCBകൾക്കൊക്കെ അവിടെ നിലയുറപ്പിച്ച് നിന്ന് രക്ഷാപ്രവർത്തനം നടത്താനുള്ള സാഹചര്യമുണ്ടോ, അതടക്കമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി പഠിച്ച് മനസ്സിലാക്കി ആ ഒരു കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. സമാന്തരമായി തന്നെ ചാലിയാറിലും പരിശോധന നടത്തും. അതും 3 വിധത്തിലാണ് ഒരേ സമയം പരിശോധന നടത്തുന്നത്. അതിലൊന്ന്
പോലീസിന്റെയും അതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ധരുടെയും നേതൃത്വത്തിൽ 40 കിലോമീറ്റർ പരിധിയിലുള്ള 8 പോലീസ് സ്റ്റേഷനുകൾക്ക് കീഴിലുള്ള പുഴകളിലാണ് ഈ പരിശോധന നടത്തുക. പുഴകളിലേക്ക് നമ്മൾ കണ്ടതാണ് പല ശരീരഭാഗങ്ങൾ ഒഴുകി വരുന്ന ഒരു ദാരുണമായിട്ടുള്ള അതിസങ്കടകരമായിട്ടുള്ള കാഴ്ച, ഒപ്പം മനുഷ്യ ശരീരങ്ങൾ ഒഴുകി വരുന്ന സാഹചര്യം. അപ്പോൾ അങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടോ ചാലിയാറിന്റെ ഏതെങ്കിലും ഭാഗത്ത് എന്നുള്ളത് പുഴയിലിറങ്ങി മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടു കൂടി പരിശോധിക്കും. അതിനോടൊപ്പം തന്നെ പോലീസിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള പരിശോധനയും ആകാശ പരിശോധനയും ആ രീതിയിൽ നടക്കും. ഒപ്പം ഈ ഒഴുകി വന്ന മൃതദേഹങ്ങൾ എവിടെയെങ്കിലുമൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടോ, എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ഈ പുഴയുടെ വക്കിലൊക്കെ മരത്തിന്റെ വേരുകളും മറ്റു കുറ്റിച്ചെടികളും അങ്ങനെയൊക്കെ ഉണ്ടോ, മാത്രമല്ല ഈ മലവെള്ളപ്പാച്ചിലിൽ ഒരുപാട് പാറകളും മരക്കഷ്ണങ്ങളും ഒക്കെ ഒഴുകി വന്ന പലയിടത്തും തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത് പെട്ടുകിടക്കുന്നുണ്ടോ, ലോക്കായി കിടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സമാന്തരമായി 3 തരത്തിൽ ചാലിയാറിലും പരിശോധന നടക്കും. പുഴയിലും കരയിലും ദുരന്തഭൂമിയിലും ഒരുപോലെയുള്ള പരിശോധനകളാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ചൂരൽമല പുഴയാണ്. ഇന്നിപ്പോൾ വലിയ കുത്തൊടുക്കൊന്നും കാണുന്നില്ലെങ്കിൽ പോലും മഴ ഈ വിധത്തിൽ തുടർന്നു കഴിഞ്ഞാൽ അതും പ്രതിസന്ധിയാണ്. നമ്മുടെ ക്യാമറ വീഡിയോ ജേർണലിസ്റ്റ് ജിതിനാണ് വിഷ്വൽസ് കാണിക്കുന്നത്. ഇപ്പോൾ ദൗത്യ സംഘത്തിന്റെ ആർമി ഉൾപ്പെടെയുള്ള സംഘങ്ങൾ കൂടുതൽ പേർ ഇവിടേക്ക് എത്തുന്ന വിഷ്വൽ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അവർ ഇപ്പോൾ സൈന്യവും അതുപോലെ തന്നെ ഈ സംഘാംഗങ്ങളായി തിരിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ വരിയായിട്ട് അവരിവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സൈന്യമുണ്ട്, പോലീസുണ്ട്, നേവിയുടെ ആളുകളുണ്ട്, കോസ്റ്റ് ഗാർഡിന്റെ ആളുകളുണ്ട്, NDRFന്റെ പ്രതിനിധികളുണ്ട്. അങ്ങനെ രക്ഷാ ദൌത്യത്തിന് ഇന്ന് കളത്തിലിറങ്ങി കളിക്കാൻ പോകുന്ന, ഇന്ന് മുതൽ രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികളാകാൻ പോകുന്ന ആ സംഘാംഗങ്ങളാണ്. അവർ ഉപകരണങ്ങൾ ഉൾപ്പെടെ, മൺവെട്ടി ഉൾപ്പെടെ, മറ്റു പിക്കാക്സ് ഉൾപ്പെടെ, മറ്റു സാധന സാമഗ്രികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ഇവിടേക്ക് വരുന്നത്. നമുക്കറിയാം അവർ വിദേശികൾ ഉൾപ്പെടെ, അതായത് സൈനികരാണ്. അവരൊക്കെ നമുക്ക് അറിയാം, കേരളീയരല്ലാത്ത ആളുകൾ പോലും അക്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് ഉൾപ്പെടെയുള്ള വിവിധ തലങ്ങളിലുള്ള ഒരു സംയുക്ത പരിശോധനയാണ് ഇന്ന് മുതൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അത് ഇന്നു മുതൽ ആ പരിശോധന കുറച്ചുകൂടി കേന്ദ്രീകരിക്കുകയാണ്. കുറച്ചുകൂടി ശാസ്ത്രീയമായിക്കൊണ്ട് കുറച്ചുകൂടി കാര്യക്ഷമമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നിരനിരയായി പെരുമഴയത്തും അവർ നിരനിരയായി വരുന്നു. കടാവറിനായിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം. അങ്ങനെ എല്ലാ തരത്തിലും ഇന്ന് പരിശോധനയ്ക്ക് വരുന്ന സംഘാംഗങ്ങൾ ബെയിലി പാലത്തിലേക്ക് കയറുകയാണ്. കടാവർനായ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ 4 പേരാണ് കർമ്മരംഗത്തുള്ളത്, 6 പേരാണ് നിലവിൽ കർമ്മരംഗത്തുള്ളത്. 4 പേരെ കൂടി ഇന്നെത്തിക്കും. അങ്ങനെ 10 കടാവർനായകളായിരിക്കും ഇന്നു മുതൽ അങ്ങോട്ടുള്ള ദൌത്യത്തിന് കരുത്തു പകരാനും കുറച്ചുകൂടി സഹായകമായും എത്തുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും, സാധ്യമായ സംവിധാനങ്ങളെല്ലാം ഇറക്കി തന്നെയാണ് ഈ പരിശോധനയുമായി മുന്നോട്ട് പോകുന്നത്. നാളെ ഡൽഹിയിൽ നിന്ന് ഡ്രോൺ ബേസ്ഡ് റഡാർ സംവിധാനം കൂടി എത്തുന്നതോടുകൂടിയും ഏതൊക്കെ മേഖലകളിലാണ് മനുഷ്യൻ എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകളിലാണോ മനുഷ്യനെത്തിയാലും രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ ദൗത്യ സംഘം എത്തുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള കരസേനയുടെയും NDRFന്റെയും ഒപ്പം സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം വലിയൊരു നിര തന്നെയാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലമീൻ, നമുക്കറിയാം ഇന്നലെ ഇപ്പോൾ പുഞ്ചിരിമട്ടത്തുൾപ്പെടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി ചില ഘട്ടങ്ങളിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 40 അംഗ സംഘമായി തിരിഞ്ഞ് 6 സെക്ടറുകളിൽ തിരച്ചിൽ തുടരുമെന്ന് അറിയിക്കുമ്പോൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതലും തിരച്ചിലുണ്ടാവുക? അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ രക്ഷാദൗത്യ സംഘം അറിയിക്കുന്നുണ്ടോ അമീൻ? ഈ ദുരന്തം ബാധിച്ച ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളെയാണ് 6 സെക്ടറുകളായി തിരിച്ചിട്ടുള്ളത്. ആ 6 സെക്ടറുകളിലാണ് ഇന്ന് പ്രധാനമായും ഈ പരിശോധനകൾ കേന്ദ്രീകരിക്കുന്നത്. ആ തിരിച്ചിട്ടുള്ള മേഖലകളുടെ വിശദാംശങ്ങൾ കൂടി ഞാനൊന്ന് പറയാം. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോണ. മറ്റൊന്ന് മുണ്ടക്കൈയാണ് രണ്ടാമത്തെ സോണ. ഈ പറയുന്ന ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടമാണ് മൂന്നാമത്തെ സോണ. വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തെ സോണ. ഒപ്പം വെള്ളാർമല GVHSS 5ാമത്തെ സോണ. പുഴയുടെ അടിവാരം 6ാമത്തെ സോൺ. ഒന്നുകൂടി പറയാം, അട്ടമലയും ആറന്മലയുമാണ് ഇന്ന് പരിശോധന. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മേഖല പൂർണ്ണമായും 6 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ അട്ടമലയും ആറന്മലയും ഉൾപ്പെടുന്ന പ്രദേശം 1ാമത്തെ സോണ, മുണ്ടക്കൈ 2ാമത്തെ സോണ, പുഞ്ചിരിമട്ടം 3ാമത്തെ സോണ, വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തെ സോണ, വെള്ളാർമല GVHSS 5ാമത്തെ സോൺ, ഒപ്പം പുഴയുടെ അടിവാരം 6ാമത്തെ സോൺ. ഈ ഓരോ സോണിലും, ഓരോ കേന്ദ്രങ്ങളിലും 40 അംഗ സംഘമായിരിക്കും ഉണ്ടാവുക. ഈ ഓരോ സംഘത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രദേശവാസികളായ 3 പേരുണ്ടാകും. ഒപ്പം വനം വകുപ്പിന്റെ പ്രതിനിധിയായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ ഒരാളും ഉണ്ടാകും. സ്വാഭാവികമായും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതിനകത്തൊക്കെ നേരത്തേക്ക് നടക്കുന്നതുകൊണ്ട് ആ പ്രദേശത്തെ സംബന്ധിച്ചൊരു സ്വഭാവം അവർക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ പ്രദേശവാസികളായ 3 പേരുടെയും അതോടൊപ്പം വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരായ ഒരാളെയും ഉൾപ്പെടുത്തിയുള്ള 40 അംഗ സംഘമാണ് ഓരോ മേഖലകളിലും ഇന്ന് പരിശോധന നടത്തുന്നത്. അങ്ങനെ ആളിന് പുറമെ ആളുകളുടെ സഹായവും സാന്നിധ്യവും, പരിശോധന ഉപകരണങ്ങളുടെ സാന്നിധ്യം, അതിനു പുറമെ കടാവർനായകളുടെ സാന്നിധ്യം, നാളെ മുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ നിന്ന് വരുന്ന ഡ്രോൺ ബേസ്ഡ് റഡാർ സംവിധാനം, അങ്ങനെ
സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന എന്ന് തന്നെ നമുക്ക് പറയാം. കുറച്ചുകൂടി കാര്യക്ഷമമായ പരിശോധന എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കുകയും ചെയ്യാം. അതിനാണ് ഇന്നു മുതൽ അങ്ങോട്ട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ പരിശോധന അനന്തമായി നീട്ടിക്കൊണ്ട് പോകാനാവില്ല. അതേസമയം എത്ര ദിവസം പരിശോധിച്ചാലും നമുക്ക് ഈ കാണാതായ 250ഓളം ആളുകൾ, 240-ലേറെ ആളുകൾ എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഏതായാലും 250ഓളം ആളുകൾ, അവരെ എല്ലാവരെയും കണ്ടെത്തുക പ്രായോഗികവുമല്ല. പക്ഷേ ലഭിക്കാവുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധനാ ഫലങ്ങളിലൂടെ സാധ്യമായതിൽ പരമാവധി ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒപ്പം കാത്തിരിക്കുന്ന ബന്ധുക്കൾക്ക് സെക്ടറുകൾ തിരിച്ചാണ് പരിശോധന നടത്തുന്നത്. കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുള്ള മുണ്ടക്കയിലും അട്ടമലയിലും ഉൾപ്പെടെ കൂടുതൽ ഫോക്കസ് ഉണ്ടാകും എന്നുള്ളതാണ്. ഇന്ന് ചാലിയാറിൽ വളരെ വിപുലമായ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട്. 45 കിലോമീറ്റർ ദൂരം ഭാഗത്തേക്ക് ഇന്ന് നാവികസേനയുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും അവിടുത്തെ പ്രാദേശിക രക്ഷാപ്രവർത്തകരുടെയും എല്ലാം വളരെ വിപുലമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്ന ദൃശ്യങ്ങൾ ചൂരൽമലയിൽ നിന്നും ഒപ്പം കൽപ്പറ്റയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പ്രേക്ഷകർ കാണുന്നത്. സൈന്യം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.